സാർ ഇപ്പോൾ നമ്മൾ എബ്രോഡ് പോണേക്കാൾ മുന്നേ നമ്മൾ ആ കൺട്രിയുടെ സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് നമ്മൾ ആ കൺട്രി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനോ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇതൊരു നമ്മുടെ നാട്ടിൽ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പണ്ട് ഈ തേക്കാനായിട്ട് ഒരു പക്ഷേ കുറച്ചും കൂടെ മുന്നേ കാലഘട്ടങ്ങൾ ഇപ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരില്ലേ. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന എന്താ പറയുക പാണ്ടികൾ അല്ലെങ്കിൽ അണ്ണാച്ചിമാർ എന്നൊക്കെ വിളിച്ച് കരുതാക്കുമല്ലേ. ഇന്ന് ബംഗാളി എന്ന് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ട അവൻ അവിടുത്തെ ബംഗാളി എന്ന് പറയില്ലേ. ഇതൊക്കെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗം തന്നെയല്ലേ. അപ്പം നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ഉള്ളിലും ഉണ്ട് ഇതൊക്കെ തന്നെ. അപ്പം അങ്ങനത്തെ ആൾക്കാർ വിദേശത്തില്ലെന്ന് ചോദിച്ചാൽ വിദേശത്തായതുകൊണ്ട് അവിടുത്തെ സൊസൈറ്റൽ രീതികൾ അല്ലെങ്കിൽ റൂൾസ് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഔട്ട്റൈറ്റ്ലി അത് നിങ്ങൾക്ക് ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനത്തെ ഇത് വിളിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബ്ലാക്ക് ആളെ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്സ് എന്ന് പറയും, അല്ലെങ്കിൽ നീഗ്രോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അബ്യൂസീവ് ലാംഗ്വേജാണ് ശരിക്കും. ആഫ്രിക്കൻ അമേരിക്കൻ എന്നാണ് അമേരിക്കയിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അത് എന്താ പറയുക, നമുക്ക് ആ അത്തരത്തിലുള്ളൊരു റിഫൈൻമെൻറ്റ് നമുക്ക് പരിചിതമല്ല. പക്ഷേ ആ നാട്ടിൽ കുറേയൊക്കെ റിഫൈൻഡും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എണ്ണം കുറവായിരിക്കും കമ്പയർഡ് ടു ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫേസ് ചെയ്യുമോ ചോദിച്ചാൽ ഔട്ട്റൈറ്റ് ഇല്ല. അവിടുത്തെ ആൾക്കാർ മുഴുവൻ നല്ലവരും ഒന്നാന്തരം എന്താ പറയുക സഹായ മനസ്സിലായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവിടെയും നമ്മുടെ നാട്ടിലുള്ള പോലെ അവിടെ ആൾക്കാരുണ്ടാവും. അത് വരുന്ന നേരത്തെ അതിനുള്ള റൂൾസ് നിങ്ങളിപ്പോൾ US ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 911 എന്നുള്ള ഒരു നമ്പർ തന്നെ, അത് നിങ്ങൾ ഒരുവിധം സിറ്റി ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം വിത്തിൻ നോ ടൈം എന്ന് പറഞ്ഞ പോലെ പോലീസുകാരെത്തും. നിങ്ങൾ അങ്ങനെ കാര്യം റിപ്പോർട്ട് ചെയ്ത് മതിയായിട്ടുള്ള ശിക്ഷ കിട്ടുമായിരുന്നു. അതിനൊക്കെ എന്താ പറയുക ഒരു നിയമം. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാൾ നമ്മളെ അബ്യൂസ് ചെയ്താൽ പോലും ഒരു വർഷം നമുക്ക് യാതൊരു വിധത്തിലുള്ള അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയാലും ചിലപ്പോൾ യാതൊരു മൈൻഡും കിട്ടുന്നില്ല. ഒരു ആക്ഷനിലേക്ക് ഒരു ക്രൈം ഒരാൾ ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ഒരു ശിക്ഷ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കാലാകാലങ്ങൾ പിടിക്കും. ഇവിടെ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്ലോ ആണ്. അവിടെ സിസ്റ്റം കുറച്ചുകൂടെ ഫാസ്റ്റാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. വെരി സിമ്പിൾ. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായുള്ളത് ശ്രീ ദിലീപ് രാധാകൃഷ്ണനാണ്. അറിയപ്പെടുന്നത് മാസ്റ്റർ കൺസൾട്ടന്റ് എന്നാണ് കുട്ടികൾക്കിടയിൽ. അതായത് ഈ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ശ്രീ ദിലീപ് രാധാകൃഷ്ണൻ. ഇപ്പൊ കാനഡയിലെ ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ. അതായത് ഇന്ത്യ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവിടെ പഠിക്കാൻ പോയി, പക്ഷെ ഇപ്പൊ അധികം വിസ കിട്ടാനുള്ള ഡിലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ കാനഡ കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. ഇപ്പൊ അയർലൻഡുമായിട്ടും എന്തോ ഒരു അവിടെ വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത കുറവിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ രാജ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി എന്ത്? ഇത് കാനഡ വന്നിട്ട് ഇപ്പോൾ ഹാർഡ്ലി എത്ര പറയുക, ഈ ഒരു ഒഴുക്ക് തുടങ്ങിയിട്ട് ഒരു 7-8 വർഷം മാക്സിമം ഇത്രയധികം വന്നു തുടങ്ങിയിട്ടുള്ള അർത്ഥം. അപ്പോൾ ഇത് നമുക്കൊരു പാടാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതായത് ഇനി ഏത് ഡെസ്റ്റിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം കാനഡ ഒരു വളരെ നല്ല ഓപ്ഷൻ ആയിരുന്നു എന്നല്ലേ നമ്മൾ ചിന്തിച്ചിരുന്നത്. ഓപ്ഷൻ ആയിരുന്നു എന്നാണല്ലോ നമ്മൾ ചിന്തിക്കണമെന്നാണ് അർത്ഥം. പക്ഷെ അങ്ങനെ എല്ലാവർക്കും നല്ല ഓപ്ഷൻ അല്ല. ആ രാജ്യത്ത് ഉള്ള ചില സ്പെസിഫിക് ഇൻഡസ്ട്രികൾക്ക് പോകുന്ന ആൾക്കാർക്ക് നന്നായിരുന്നു. അതിനർത്ഥം അവിടേക്ക് പോകുന്ന എല്ലാ കുട്ടികളും പഠിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ കാനഡയ്ക്ക് പോകുള്ളൂ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നം കാനഡയിൽ സംഭവിച്ചത്. നമ്മുടെ ആ മൈൻഡ് സെറ്റ് മാറിയില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നാളെ മറ്റൊരു എക്കണോമി ചിലപ്പോൾ മൈഗ്രേഷൻ ഫ്രണ്ട്ലി ആയി മാറാം. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും, അത് വീണ്ടും അടയും. അപ്പോൾ ഇതിന് പകരം നമുക്ക് അനുസൃതമായിട്ടുള്ള എക്കണോമികൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മറ്റൊരു എക്കണോമി വന്നാലും അത് തകരാതെ കുറഞ്ഞാൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ഇക്കോണമി? ഇപ്പോൾ ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലകളിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ UK നമുക്കറിയാം, ലണ്ടൻ ഒരു മെയിൻ ആയിട്ടുള്ള അങ്ങനെ ഓരോന്നിനും ഓരോ കൺട്രീസിൽ പോകുന്ന നല്ലതുകൊണ്ടോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ UK ഫ്രാൻസും ഈ പറഞ്ഞ പോലെ 80% സർവീസ് ബേസ്ഡ് എക്കണോമിയാണ്. UK പോലെ തന്നെ രണ്ടും ഏകദേശം $3 ട്രില്യൺ തന്നെയാണ് രണ്ടിൻ്റെയും സൈസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മെയിൻ ഇൻഡസ്ട്രികളൊക്കെ ഫ്രാൻസിലും അവൈലബിൾ ആണ്. അപ്പോൾ UK വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ല, ഫ്രാൻസ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫ്രാൻസ് ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓപ്ഷൻസ്, സെറ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഒരു ഇൻഡസ്ട്രിയുടെ മുകളിലല്ല എന്തായാലും ഒരു രാജ്യം നിലനിൽക്കുന്നത്. ഫ്രാൻസിനെ പറ്റി പറയുമ്പോൾ ലോകത്തിൽ തന്നെ പ്രശസ്തരായ എത്രയോ പേര് ഫ്രാൻസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ യൂറോപ്യൻ എക്കണോമിനെ ഒരു പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ രാജ്യം ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുന്നേ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോളേജ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്, ഷാൾസ് യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ
ഹംഗറിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പോയപ്പോൾ, ബുഡാപെസ്റ്റിലെ യൂണിവേഴ്സിറ്റിയിലാണ് റൂബിക്സ് ക്യൂബ് ഇൻവെന്റ് ചെയ്തിട്ടുള്ള വ്യക്തി പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് അങ്ങനത്തെ എന്താ പറയുക നോബൽ പ്രൈസ് വിന്നേഴ്സും അതിപ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമുക്ക് യൂറോപ്പിൽ കാണാം. നമ്മളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആവാത്തതുകൊണ്ടാണ് ഒരു കാനഡയുടെ മുകളിൽ മാത്രം മനസ്സ് സ്റ്റക്കായി നിൽക്കുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. നമുക്ക് വല്ല അപകടം പറ്റിയ മെഡിക്കൽ ഇൻഷുറൻസ് ഇവിടുത്തെ എടുക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ആ നാട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വ്യക്തികളും ഇൻഷുർഡ് ആവണം. പുറത്ത് പഠിക്കാൻ മുമ്പ് ആ ഇൻഷുറൻസ് വെച്ച് നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസിന് നോക്കണ്ട, കാരണം ഇവിടെ വെച്ചിട്ടല്ലല്ലോ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് അവിടെ വരുമ്പോൾ ഗവൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? എന്നിട്ട് ഫസ്റ്റ് തിങ് ഇപ്പോൾ ഞാൻ പറയും, നമ്മൾ പുറം രാജ്യത്തുള്ള ഒരു സിസ്റ്റം അത് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എന്താ പറയുക, നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു രീതിയിലാണ് ആ സിസ്റ്റം മൊത്തം ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അവിടെ എപ്പോഴും പറയുമല്ലേ, അത് പാരൻസിൻ്റെ ഒപ്പം മക്കൾ നിൽക്കുന്നില്ല. അവിടെ അങ്ങനെ സംവിധാനം ഇല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങി. ഹോം റെൻറ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞ ചിലവെന്ന് പറയുന്നത്, വീടിൻ്റെ ചിലവിൻ്റെ ഒരു ഭാഗം കുട്ടി എടുത്തു തുടങ്ങും 18 വയസ്സ് മുതൽ. അപ്പോൾ ഭാര്യയും മക്കളും പേരക്കുട്ടികളും അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സംവിധാനം. അതായത് ഒരു വ്യക്തി അവനവൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണു, അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ മൊത്തം രീതിയും ആ സൊസൈറ്റിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്, ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പാകത്തിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു. ഞാനൊരു വിയന്നയിൽ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ഗ്രാറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി ഇവിടുന്ന് നല്ല രീതിയിൽ IAS എന്നൊക്കെ ഐസറിനൊക്കെ പഠിച്ചിറങ്ങിയിട്ട് അവിടെ പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവരത് പോയപ്പോൾ അവർ പറയാറ്, എത്തി 2ാമത്തെ ദിവസം അവർക്ക് കാലൊടിച്ചു, 3 മാസം റെസ്റ്റായിരുന്നു. അവർ പറയായിരുന്നു അവർ തിരിച്ചു വരണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു നേരം വരുന്നത്. അപ്പോൾ ആ കുട്ടിയെ തിരിച്ചു വരാതെ അവിടെ നിന്ന് അവിടെ ഉള്ള മൊത്തം കാര്യങ്ങൾ അതിനോട് വളരെ എലൈൻഡ് ആണ്. അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണെന്നർത്ഥം. നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡെലിവറിക്കൊക്കെ പാരൻസ് പോയി നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ പുറത്തായിരുന്നു ജീവിച്ചിരുന്നു 10-12 വർഷത്തോളം. അവിടെ 2 കുട്ടികളുടെയും ഡെലിവറി കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ ഫുൾ ഫാമിലി ചെന്ന് നോക്കിയിട്ടൊന്നുമില്ല, അവരൊറ്റയ്ക്ക് തന്നെയാണ് മാനേജ് ചെയ്തത്. അതൊരു വലിയ സംഭവമല്ല എന്ന് പറയും അവർ. അതായത് ആ മൊത്തം രീതികൾ എന്താണ്, ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ കേപ്പബിൾ ആക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ മൊത്തം അതിനോട് അലൈൻഡ് ആണെന്നർത്ഥം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഇവിടുത്തെ രീതികളുമായിട്ട് ഒരു ബന്ധവുമില്ല പുറമേ എന്നർത്ഥം. ഹെൽപ്ഫുൾ ആണ്, ഡെഫിനറ്റ്ലി ആൾക്കാർ ഹെൽപ്ഫുൾ ആണ്, ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്, ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഒക്കെ വരാമല്ലോ. അപ്പോൾ ഒരു പക്ഷെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ക്യാഷ് അത് പോരാതെ വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വിസ ഫണ്ട്സ്, ഇപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ ആണ് കുട്ടികൾക്ക്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ നമ്മൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ എംബസി നമ്മുടെ അടുത്ത് പറയും, ഇത്ര പൈസ നിങ്ങൾക്ക് റിസർവ് ഫണ്ട്സ് വേണം. ഐഡിയലി അവർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി നിങ്ങളുടെ പഠിപ്പ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ഷുഡ് ബി ഏബിൾ ടു മാനേജ് യുവർ സെൽഫ് വിത്ത് യുവർ ഓൺ ഫണ്ട്സ്. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അത് ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റികൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈസ വെക്കാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെയും ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതെങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ടിൽ നമ്മൾ 1-2 മാസത്തേക്ക് എവിടുന്നേലും ഫണ്ട് മറിച്ചിട്ട് വെച്ച് വയ്ക്കും. ഐഡിയലി ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് കാണുന്നത്. നല്ലൊരു ആൻസർ ആണ്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഇങ്ങനെ റിസർവ് ഫണ്ട്സ് എന്നൊരു ഫണ്ട്സ് ഉണ്ടെന്നുള്ളത് അല്ലേ? എക്സാക്ട്ലി, കറക്റ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് അയർലൻഡിലാണ് പഠിക്കുന്നത്. അപ്പം അവിടെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന് സ്കോപ്പ് കാണും. പഠനത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് തിരിച്ചു വരികയാണോ? പഠനത്തിന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സിന് പോയിട്ട് വ്യക്തിയാണെങ്കിൽ ബാച്ചിലേഴ്സ് പകുതി വഴിക്ക് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റ് അല്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തായിട്ട് മാറി? +2 ആയിട്ട് മാറിയത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലത്തെ സംവിധാനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് ഓരോ യൂണിവേഴ്സിറ്റി എല്ലാ സ്ഥലങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ നാട്ടിൽ പല സംവിധാനങ്ങളും അങ്ങനത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും അത് നിർബന്ധമായിട്ട് കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല എന്നർത്ഥം. അത് ചെക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ മാസ്റ്റേഴ്സാണ് പകുതി വെച്ച് പോരണമെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള അതേ ഇൻറ്റൻസിറ്റിയിൽ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് അത് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ നമ്മൾ നോക്കി അവർ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ പഠിക്കണോ? ആ സെയിം നമ്മളിപ്പോൾ MBA പഠിക്കാൻ പോയി എന്ന് വിചാരിച്ചുള്ളൂ. MBA പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ MBAയിൽ സ്പെഷ്യലൈസിംഗ് മാർക്കറ്റിംഗ് നമ്മൾ എടുക്കുന്ന ഒരു പ്രോഗ്രാം അത് പകുതി വെച്ച് നമ്മൾ നിർത്തിയെന്ന് വെച്ചാൽ ആ പഠിച്ചിട്ടുള്ള കോഴ്സുകളുടെ മുഴുവൻ ക്രെഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എത്ര എല്ലാ ടോപ്പിക്കുകൾ കഴിഞ്ഞു
അതേ ഇൻറ്റൻസിറ്റിയിൽ പഠിപ്പിക്കുന്ന സിമിലർ പ്രോഗ്രാം ഉള്ള യൂണിവേഴ്സിറ്റി MBA മാർക്കറ്റിങ്ങിൽ സിമിലർ ആയിട്ടുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും ആ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ആരും സാധാരണഗതിയിൽ ലോണൊക്കെ എടുത്ത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീ നമ്മൾ ചേരുമ്പോൾ തന്നെ നമ്മൾ അടയ്ക്കാണല്ലോ അവിടേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ പകുതി വഴിക്ക് പോരുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര നഷ്ടമാണ് ശരിക്കും പറഞ്ഞത്. കാരണം ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ചെലവ് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെയും പേ ചെയ്തിട്ടാണ് പിന്നെയും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതൊരു റോങ് ചോയ്സ് ആണ്. ഒരു നിവർത്തി ഉണ്ടെങ്കിൽ കഴിവതും അത് ചെയ്യരുത്. ചില ആളുകൾക്ക് ഇപ്പം ഇത് ചോദിച്ചത് കൊണ്ട് കണക്റ്റിംഗ് ക്വസ്റ്റ്യൻ, അവിടെ പഠിച്ചു കഴിഞ്ഞു, അവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് അവിടെ ചെന്നപ്പം ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി വൈബ് സ്ഥലം എന്നൊക്കെ കണ്ട് പോയതായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് പഠിച്ചപ്പോഴാവും വേണ്ടായിരുന്നു എന്ന് തോന്നി. പഠിച്ചു കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ജോലി ചെയ്താൽ മതി എന്ന തോന്നൽ വന്നു. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ വരുമ്പം ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ അതേ അക്സെപ്റ്റൻസ് ഇവിടെ കിട്ടും. ഡെഫിനറ്റ്ലി അത് പറഞ്ഞ അത് ഒരു രാജ്യത്തിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അഗെയിൻ എൻ്റെ ഒരു ഇവിടെ നിന്നല്ല വേറൊരു കൺട്രി പോവാണ്. ഇവിടെ വേറൊരു കൺട്രി, ഒരു രാജ്യത്തിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്ത്. UK നിന്ന് പഠിച്ചിറങ്ങിയ ഒരാൾക്കുള്ള വാല്യൂ അല്ല. UK എവിടുന്ന് പഠിച്ചു നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു എന്താ പറയുക വെള്ളക്കാരൻ്റെ നാട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏത് സ്ഥാപനത്തിനും ഒരേ അക്രഡിറ്റേഷനും ഒരേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള ധാരണ കൊണ്ടാണ്. അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ എന്തെല്ലാം ലോ ഗ്രേഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും ഉണ്ടോ, എവിടെ പഠിച്ചു എന്നുള്ളതാണ് കാര്യം. അതൊക്കെ തന്നെ അവിടെയുണ്ട്. എല്ലാ നാടുകളിലും ക്വാളിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അപ്പം നമ്മൾ എവിടുന്ന് പഠിച്ചു എന്നതിനനുസരിച്ചാണ് ഈ പറഞ്ഞത്. അത് UK പഠിച്ചതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും വാലിഡ് ആണെന്നും പറയാൻ പറ്റില്ല. UK എവിടെ നിങ്ങൾ പഠിച്ചു. അപ്പം ഞാനൊന്നും ചോദിച്ചു, ഇപ്പം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്യണ്ട താല്പര്യം പോയി. അപ്പോൾ ഇപ്പം UK പഠിച്ചു, UK തന്നെ നിന്നൊരു ബിസിനസ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഇപ്പം വിസ അങ്ങനെ എക്സ്റ്റെൻഷൻ ധാരാളം ഉണ്ടല്ലോ. നമുക്ക് സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ടല്ലോ. ഓരോ കോഴ്സ് കഴിഞ്ഞാലും നമുക്ക് നിശ്ചിത കാലം നമുക്ക് നിൽക്കാം, 1 വർഷം 2 വർഷം. അതിന്റെ റിഗാർഡിംഗ് വർക്ക് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഡെഫിനറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു ബുദ്ധിമുട്ടില്ല ചെയ്യാനായിട്ട്. നമ്മളവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് എടുക്കുന്നുണ്ട്. UK BRP എന്ന് പറയും, ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. IRP എന്ന് പറയും, അയർലാൻഡ് ഐറിഷ് റെസിഡൻസ് പെർമിറ്റ് ആണത്. അപ്പോൾ എന്നിങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ നിൽക്കാനായിട്ട്, ഇപ്പോൾ കാനഡയിലെ സ്റ്റഡി പെർമിറ്റ് എന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ റെസിഡൻ്റ് ആണ് നമ്മൾ അവിടുത്തെ എന്ന് തെളിയിക്കുന്ന ഒരു കാർഡ് അർത്ഥം. അത് ഹോൾഡ് ചെയ്യുന്ന വാലിഡ് പീരീഡിൽ നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. നമുക്ക് ബിസിനസ്സിലേക്ക് മാറ്റി നമ്മൾ അവിടേക്ക് ഫണ്ട് കൊടുന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പിന്നെ ബിസിനസ് വിസ് ചെയ്ത് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റും. ഈ ഫിൻലാൻഡിലൊക്കെ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്ക് പഠിച്ചു കഴിഞ്ഞ് ഈ റെസിഡൻസ് പെർമിറ്റ് ഒരു നിശ്ചിത കാലം കൂടെ വാലിഡ് ആയിരിക്കും. ആ വാലിഡ് ആയിട്ടുള്ള കാലത്ത് നമുക്കൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് ഈ സ്റ്റേ ബാക്ക് പീരീഡ് സ്റ്റുഡന്റ് സ്റ്റാറ്റസ് മാറി. പിന്നെ നമ്മൾ ബിസിനസ്സുകാരനായി. നിങ്ങളൊരു ബിസിനസ് വുമൺ ആയിരിക്കും, ബിസിനസ് മാൻ ആയി അവിടെ. അപ്പൊ നമ്മളിപ്പോ അവിടെ നേരത്തെ പറഞ്ഞിരുന്നു ഈ ജർമ്മനിയിലെ മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫിൻലാൻഡിലൊക്കെ ഈ വൊക്കേഷണൽ സ്റ്റഡീസ് ഒക്കെ പലതും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ അവിടെ പഠിച്ചാൽ അത് അവിടെ തന്നെ വർക്ക് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും? വൊക്കേഷണൽ പ്രോഗ്രാം പക്ഷേ നേറ്റീവ് പോപ്പുലേഷനുള്ള, അതായത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജിലാണ്. യൂറോപ്പിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല. അപ്പൊ അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷന് വേണ്ടിയിട്ട് ഓറിയന്റ് ചെയ്തിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന അത്തരം പ്രോഗ്രാമുകൾ കുറവാണ് പൊതുവെ യൂറോപ്പിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് എടുത്ത ഡിഗ്രി ഉണ്ട്, ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ജർമ്മനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അപ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ല. നമ്മൾ പുറത്തൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ഒരു നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അത് പല രാജ്യങ്ങളിലും കാണാറില്ല അങ്ങനത്തെ. ഇപ്പം നമ്മുടെ നാട്ടിൽ 3 ഇയർ, ഞാൻ പലപ്പോഴും ഒരുപാട് കുട്ടികൾ 3 ഇയർ ITI അല്ലെങ്കിൽ പോളിടെക്നിക് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ UK, അയർലാൻഡ്, ഓസ്ട്രേലിയ പോലത്തെ കുറച്ച് എക്സ്പെൻസീവ് ഡെസ്റ്റിനേഷൻസിൽ ടോപ്പ് അപ്പ് പ്രോഗ്രാം കിട്ടും. അതായത് 1.5 വർഷം കൊണ്ട് നമ്മൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം എടുത്ത് പഠിച്ചാൽ നമുക്ക് ബാച്ചിലർ ഡിഗ്രി കിട്ടും. പക്ഷേ അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനത്തെ ടോപ്പ് അപ്പ് പ്രോഗ്രാംസ് വളരെ കുറവാണ്, ഇല്ല തന്നെ പറയാം. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ITIയും പോളിടെക്നിക്കും പോലെ ഒരു സംവിധാനം തന്നെയാണ് എന്ത് നേരത്തെ പറഞ്ഞ നഴ്സിംഗ് അല്ല, ഹോസ്പിറ്റൽ നഴ്സിംഗ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു നെയിമാണത്, ഒരു സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ അവർ വിളിക്കുന്ന ഒരു പേരാണത്. നമ്മുടെ ITI പോലെ തന്നെ നടത്തും. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ITI കഴിഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ പോളിടെക്നിക് പഠിച്ച ഒരാൾക്ക് എഞ്ചിനീയർ ആവാം. പക്ഷെ എന്ത് വേണം, ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എഴുതിയിട്ട് അവർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കയറണം അല്ലേ, അങ്ങനെയാണ് സംവിധാനം. പക്ഷേ 3 വർഷം പോളിടെക്നിക് പഠിച്ച ഒരാൾക്ക് നമ്മൾ എഞ്ചിനീയർ എന്ന് വിളിക്കൂ. എഞ്ചിനീയർ എന്ന് വിളിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ B.Tech ഡിഗ്രി എടുക്കണം എന്നർത്ഥം അല്ലേ.
എന്ന് പറഞ്ഞ പോലെ നേഴ്സ് എന്ന് വിളിക്കുന്നതെങ്കിൽ അതുപോലെ ഒരു ഗ്രാജുവേറ്റ് നഴ്സിംഗ് പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമുകളിൽ ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മാർക്കറ്റിംഗ് വശം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് മാർക്കറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കേൾക്കുകയാണ്, ഫ്രീ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ സ്പൗസിനെ കൊണ്ട് പറക്കാം, നിങ്ങൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് ഇത് ചെയ്യാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ 2 ലക്ഷം രൂപ വരുമാനം കിട്ടും എന്നിങ്ങനെയുള്ള ഓരോന്ന് കാണുമ്പോഴും അതൊരു സത്യമാണെന്ന് വിചാരിക്കാതെ അതൊരു മാർക്കറ്റിംഗ് ടൂളും കൂടെ മാർക്കറ്റിംഗ് ആസ്പെക്റ്റും കൂടെ അതിലുണ്ടാവും എന്നൊരു ചിന്ത വെച്ച് നമ്മൾ അതിനെ പറ്റി ഒന്ന് വിശദമായി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷനൊക്കെ അവൈലബിൾ ആണ് നെറ്റിൽ. അപ്പോൾ നമ്മൾ അത് ചിന്തിച്ചാൽ മതി. നമ്മൾ അതിൽ ചാടാതിരിക്കണമെങ്കിൽ നമ്മൾ കൂടെ എഫേർട്ട് ഇടേണ്ടി വരുന്നത്. അതിന് വേണ്ടിയിട്ട് കൺസൾട്ടൻസി സഹായിക്കുന്നതായിരിക്കും അല്ലേ? കൺസൾട്ടൻസ് സഹായിക്കുക ചോദിച്ച ഒരു ചോദ്യമാണ്. ചില കൺസൾട്ടൻസ് സഹായിക്കുന്നതായിരിക്കും. അതായത് ഇതിനെപ്പറ്റി ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഒരുപാട് രാജ്യങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വെച്ചാൽ അവർക്ക് യാത്ര ചെയ്തും അല്ലെങ്കിൽ ഇത് ഇത്ര സാഹചര്യങ്ങൾ കണ്ടിയും ഒക്കെ ഒരു പരിചയം വേണം. ഇതിൻ്റെ വിസ കണ്ടീഷൻസ് ഓരോ നാടിനും ഓരോന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് ഒരാൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഡെൻമാർക്കിനെ പറ്റി ചോദിച്ചു, അല്ലെങ്കിൽ സ്വീഡനെ പറ്റി ചോദിച്ചു, ചിലപ്പോൾ ഫിൻലാൻഡിനെ പറ്റി ചോദിക്കും, നെതർലാൻഡ്സ് ചോദിക്കും. ഈ ഓരോ രാജ്യങ്ങളിലെ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും അവിടുത്തെ കോഴ്സസിനെ പറ്റിയിട്ടും ട്യൂഷൻ ഫീയെ പറ്റിയിട്ടും അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കണം വേണ്ടേ. അപ്പോൾ അത്ര എഫേർട്ട് ഇട്ടുള്ളൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ യെസ്, അത്ര എഫേർട്ട് ഇടാത്തൊരു കൺസൾട്ടൻ്റാണ് UK, കാനഡ, അയർലാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ USA എന്ന് പറഞ്ഞ് ഇത് തന്നെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ പറഞ്ഞു തരില്ലേ. അപ്പം നമ്മുടെ നാട് പൊതുവെ അതിഥി ദേവോഭവ എന്ന് പറയുന്ന ഒരു നാടാണ്. അപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ വരുമ്പോൾ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, നമുക്കൊരു പക്ഷേ അവർ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മൾ ഏറ്റവും ഉണ്ടാവാവുന്ന വളരെ വിചിത്രമായിട്ടുള്ളതും ചോദിക്കണമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ബ്ലാങ്ക് ആയി പോകും. വേറൊരു കൺട്രിയിലാണ്, റിലേറ്റീവ്സ് ആരുമില്ല. ഒരു സംശയമില്ല. ഫസ്റ്റ് അത് പോലീസ് സംവിധാനത്തിൽ എത്തിക്കുക എന്നുള്ളതിനെ ചെയ്യുന്നു. എല്ലാ ഈ പറഞ്ഞ രാജ്യങ്ങളും ഡെവലപ്ഡ് നേഷൻസും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അല്ല, അതുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ പോയിരിക്കുന്നത്, ഈ വിസ ത്രൂ പോയിരിക്കുന്നത് ഒരു പഠിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അതായത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ഇവരുടെയായ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെ അവരെ അറിയിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം രീതികൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഒരു കുട്ടി എന്തിനാ പാർട്ട് ടൈം ജോലി അവിടുത്തെ ആൾക്കാർ ചെയ്യുന്നു പറയണത്. ഇപ്പോൾ ഫിൻലാൻഡിൽ പോയപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ലേഡി എൻ്റെ അടുത്ത് പറയുന്നത് അവരുടെ മോൾക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി, അവർക്ക് അസൈൻമെന്റ് വെച്ചാൽ വർഷത്തിലൊരു ദിവസം അവർക്ക് സെയിൽസ് ഡേ ഉണ്ട്. അവരെന്തെങ്കിലും സാധനം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്ന് അവരുടെ ക്ലാസ്സിൽ നിൽക്കണം. അതായത് ഏതോ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിയെ അത്തരം കാര്യങ്ങളിലേക്ക് ഗ്രൂംഡ് ആക്കുകയാണല്ലേ. അല്ലേ, 18 വയസ്സാകുമ്പോഴേക്കും അവർ ഏൺ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം അവർക്ക് ഉണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു വ്യക്തി ഇൻഡിപെൻഡൻ്റാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഉടനെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ് എനിക്കിങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയണതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം, അപ്രോച്ചബിൾ ആണ് വളരെ. പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അത്തരം ആൾക്കാരൊക്കെ തന്നെ വളരെ ഈസിലി അപ്രോച്ചബിൾ. നമുക്കൊരു ഇന്ന് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡന്റ് അല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ഫോറിനർ ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ബൈ ഡീഫോൾട്ട് നമ്മൾ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അറിയിക്കണം എന്നുള്ളൊരു റൂൾസ് ഇവിടെ ഉണ്ടാകുമല്ലോ. നമ്മുടെ റൂൾസ് ആയിരിക്കും ഡെഫിനറ്റ്ലി. കാരണം നമ്മളെ സ്കൂളിൽ നമ്മളെ ഈ കോളേജിൽ നമ്മൾ അറ്റൻഡൻസ് പോവുകയാണല്ലേ, ആ കോഴ്സിൽ ഒരു ബ്രേക്ക് വരുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ് ആയിട്ട് വേണം. മൈൽഡ് ഇൻസ്റ്റൻസുകളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന, ഇന്റൻസ് ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അറിയിക്കണം, കോളേജ് അറിയിക്കുന്നത്. ഈ സ്കോളർഷിപ്പ് കൊണ്ടൊക്കെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്കോളർഷിപ്പ് ഒക്കെ എടുത്ത് പോകുന്നത്. അപ്പം ഈ സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീസിൻ്റെ കാര്യത്തിൽ ഇളവ് കിട്ടുമെന്നാണോ അതോ വേറെ പോസിബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? ഓരോ രാജ്യത്തിനനുസൃതമായിട്ടാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയും, UK, കാനഡ, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA എന്നൊക്കെ പറയുന്ന ഡെസ്റ്റിനേഷൻസിൽ അവർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ എണ്ണം കൂടുതലും. എഡ്യൂക്കേഷൻ ഒരു മെയിൻ സ്ട്രീം സോഴ്സ് ഓഫ് ഇൻകമാണ് ഇവരുടെ. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നത് വളരെ വളരെ വിരളമായിരിക്കും. അവരൊരു 15% അല്ലെങ്കിൽ മാക്സിമം ഒരു 20% ഒക്കെ ഡിസ്കൗണ്ട് തന്നാലായി, അത്രയേ ഉള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകൾ, അതിപ്പോൾ ജർമ്മനി പോലത്തെ സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കാര്യം മാത്രമല്ല, മറിച്ച് ഇപ്പോൾ ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, ഇവിടെയൊക്കെ തന്നെ ലിത്വാനിയ, ഇവിടെയൊക്കെ നമുക്കൊരു 90%, ഒരു 85 to 90% ആണ് ASIൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് 100% വേവ് ഓഫ് വന്ന് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പോരാത്തതിന് ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഇറാസ്മസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു സ്കോളർഷിപ്പിൻ്റെ സെറ്റ് ഓഫ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആ ഇറാസ്മസിൽ നമുക്ക് നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് കവറാണ്. ഒരുപാട് ഓപ്ഷൻസ്, ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പുകളുണ്ട്.
അപ്പോൾ ഫുള്ളി ഫണ്ടഡിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലാണ് നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനിൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ ഈ സ്കോളർഷിപ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ഇങ്ങനെ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കുന്നവരുമുണ്ട്, കോളേജിൽ തന്നെ പഠിക്കുന്നവരുമുണ്ട്. അപ്പം ഈ സ്കോളർഷിപ്സ് കിട്ടുന്നത് സാധാരണ ചൂസ് ചെയ്യുന്നത് എവിടെയാണ്? യൂണിവേഴ്സിറ്റി? കോളേജ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സംവിധാനം. ഇത് നമ്മുടെ നാട്ടിലെ കോളേജും യൂണിവേഴ്സിറ്റി ആയിട്ട് ഇതിനെ മിക്സപ്പ് ചെയ്യരുത്. അത് പലർക്കും വരുന്ന സംശയമാണ്. അത് അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ കാനഡയിൽ കോളേജ് എന്ന് പറയുന്നത് കൂടുതലും 1 ഇയറിൻ്റെ PG ഡിപ്ലോമ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് 2 ഇയറിൻ്റെ മാസ്റ്റേഴ്സ് കൊടുക്കുന്നു. ഈ കോളേജ് സംവിധാനത്തിൽ പഠിക്കാനാണ് ഇവിടുന്ന് 90% പിള്ളേർ പോകുന്നത്. കാരണം 1 വർഷമേ ഉള്ളൂ, 1 വർഷം കൊണ്ട് PG ഡിപ്ലോമ കിട്ടും. ഇത്രയും നാൾ 1 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് എടുത്ത് കളഞ്ഞത്. ഇത്രയും നാൾ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഡിഫറെൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എന്നുള്ള 2 ഇയർ മാസ്റ്റേഴ്സ് കൊടുക്കുന്ന സംവിധാനങ്ങളാണത്. അതായത് കൂടുതൽ എന്താ പറയുക, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും കോളേജുകളിൽ. പക്ഷേ ഇതേ സംവിധാനം നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയാൽ എങ്ങനെയല്ല. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ ഫൗഷൂളകളുണ്ട്. ഫൗഷൂള എന്ന് പറയുന്നത് ഈ കൈൻഡ് ഓഫ് കോളേജാണ്. അത് യൂണിവേഴ്സിറ്റി എന്ന് പറയും മറ്റേത്. ഏത് യൂണിവേഴ്സിറ്റി തന്നെ. അപ്പോൾ യൂണിവേഴ്സിറ്റിയും ഫൗഷൂളയും. യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ 2 ഇയർ മാസ്റ്റേഴ്സ് അങ്ങനെ വരുന്നതാണ്. എക്സ്പെൻസീവ് ആയിരിക്കില്ല, വളരെ കുറച്ച് ചിലവ് വരുള്ളൂ. മറിച്ച് ഫൗഷൂളുകൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എല്ലാം എന്നല്ല, എന്നാലും പൊതുവേ അവർ ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് സംവിധാനങ്ങളാണ് കുറേയൊക്കെ ഉള്ള അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഈ സ്കോളർഷിപ്സ് ചെയ്ത് കൂടുതൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. യൂണിവേഴ്സിറ്റിയിലാണ് ഈ സ്കോളർഷിപ്പുകൾ. മറ്റുള്ളത് ടിപ്പിക്കൽ മണി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, മണി ഓറിയന്റഡ് ആയിട്ടുള്ള, കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യമായിട്ടുള്ള ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ കാനഡ, ഈ ഓസ്ട്രേലിയ എല്ലാം കുറച്ചൊരു കൊമേഴ്ഷ്യലൈസ്ഡ് ആണ് എഡ്യൂക്കേഷൻ. അപ്പം ഈ മറ്റ് കൺട്രീസ് ഒന്നും അത്ര കൊമേഴ്ഷ്യലൈസ്ഡ് അല്ലല്ലോ. യു കെ, കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്ന് പറയാൻ പറ്റില്ല. ന്യൂസിലാൻഡ് ചെറിയൊരു ഐലൻഡ് നേഷനാണ്. അയർലാൻഡ് കമേഴ്ഷ്യലൈസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അയർലാൻഡ് എന്ന് പറയുന്ന ആകെ കുറച്ച് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസേ ഉള്ളൂ. അതായത് ഈ ജോഗ്രഫിക്കൽ ഏരിയ ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഐലൻഡ് നേഷൻസ് എന്ന് പറയുമ്പോൾ. ഐലൻഡ് എന്ന് പറഞ്ഞാൽ കൊച്ചു ഏരിയയിലേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരുപാട് തിങ്ങി നിറഞ്ഞ യൂണിവേഴ്സിറ്റികൾക്ക് സ്കോപ്പ് ഇല്ല, ഈ ജോഗ്രഫിക്കൽ ഏരിയ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ UK, കാനഡ, ഓസ്ട്രേലിയ, US ഡെഫിനറ്റ് ആയിട്ട് കമേഴ്ഷ്യലൈസ്ഡ് ആണ്. അതുപോലെയുള്ള യൂറോപ്യൻ കൺട്രീസ് അത്ര കൊമേഴ്ഷ്യലൈസ്ഡ് അല്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് അവിടെ മെജോറിറ്റി. അതുകൊണ്ടാണോ ശരിക്കും അതിനോടൊക്കെ താല്പര്യം, ആ കൺട്രിയോട് താല്പര്യമുള്ളത്? ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു വക്താവല്ല. എനിക്ക് പലപ്പോഴും തോന്നുന്നു ഇംഗ്ലീഷ് പറയുന്ന കൺട്രീസിനോട് ഒരു വിരോധം ഉള്ളത് പോലെ. അതായത് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ പോയാലും. ഇപ്പം എനിക്ക് എൻ്റെ +2 അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ അതുപോലെ സ്കോളർഷിപ്പ് കിട്ടാനും അല്ലെങ്കിൽ ഇങ്ങനെ കോസ്റ്റ് കുറഞ്ഞ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പ്രായത്തിൽ ഞാനും പോയേനെ, അറിയില്ലായിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യം. എനിക്കത് ഇന്നും ഒരു റിഗ്രറ്റ് ഉണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ, അതിന് നിസ്സാരമായിട്ടുള്ള പൈസ ചിലവ് വരുള്ളൂയിരുന്നെങ്കിൽ അത് സുഖമായിട്ട് അഫോർഡബിൾ ആയിരുന്നു, അവിടെ പോയി പഠിച്ചേനെ. അപ്പോൾ ഇനിയും ഞാൻ UK, കാനഡ, അയർലാൻഡിലേക്ക് പോയി പഠിക്കുക, അല്ലെങ്കിൽ USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലേക്ക് പോകും. നിങ്ങൾ മിനിമം ഒരു 30 ലക്ഷമെങ്കിലും വീട് പണയം വെച്ചിട്ടോ പറമ്പ് പണയം വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനത് ചെയ്യുന്നൊരു ശരിയാണല്ലേ. അതായത് എനിക്കോ അങ്ങനെ പോകാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന പിള്ളേരെങ്കിലും പൈസ ഒരുപാട് കൊടുക്കാതെ ഓപ്ഷൻസ് കൊടുക്കുക. സാർ, ഇപ്പം ഞാൻ പ്ലസ് ചെയ്യണത് ഒരു ഫിനാൻസ് ബേസ്ഡ് കോഴ്സാണ്. അപ്പം അതിൻ്റെ സ്കോപ്പ്, ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ പുറത്തെ രാജ്യങ്ങൾ, എബ്രോഡാണ്. അപ്പം അവിടെ ഇപ്പം നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ ജർമ്മനി എന്ന് പറയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് കയറി പോവാ ചിലവർ അങ്ങനെ ഇല്ല. അങ്ങനെ OET, IELTS അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം എക്സ്ട്രാ ഒരു സ്കില്ലും കൂടെ ഇപ്പോൾ വേണം. ഇപ്പം CMA എടുക്കുവാണെങ്കിൽ തന്നെ CMAയിൽ ഫിനാൻസ് ബേസ്ഡ് ഇപ്പോൾ എക്സൽ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബേസ്ഡ് സ്കില്ല് വേണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ അങ്ങനത്തെ രാജ്യങ്ങളുണ്ടോ സ്കിൽ? അതായത് നമുക്കൊരു വർക്ക് വിസ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കണതെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡ്, സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് പിക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സിന് യാതൊരു ക്ഷാമവും. അപ്പോൾ ഒരു ഫ്രഷർ ആയിരിക്കെ നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനേക്കാളും ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസും ഇല്ലാത്തൊരു വ്യക്തിക്ക് അത് എന്തിനാണ് ഒരു ജോലി അവിടേക്ക് വേറൊരു രാജ്യത്ത് നിന്ന് ഹയർ ചെയ്യേണ്ട ആവശ്യകത? അതിനൊരു ആവശ്യകത ഇല്ലല്ലോ. അതായത് ആ നാട്ടിൽ അവിടുത്തെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇതേ ഫ്രഷേഴ്സ് അവിടെ അവൈലബിൾ ആകുമ്പോൾ അവരെന്തിനാണ് ഇത്രയും ലാഗുള്ള, അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു ഫ്രഷർ റിസോഴ്സിനെ മറ്റൊരു രാജ്യത്ത് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്? അപ്പോൾ ഐഡിയലി നമ്മുടെ ഇൻഡസ്ട്രിയിലെ സ്റ്റാൻഡേർഡ്സും നമ്മൾ പഠിച്ചതും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് ഇതിൻ്റെ പ്രശ്നം.
അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് സ്റ്റഡി അബ്രോഡാണ് ഈസിയർ റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ അവിടുത്തെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ പറയുക ഒരു മുൻഗണനയാണ്. അല്ലെങ്കിൽ നമുക്ക് പരിചയക്കാരായിട്ടുള്ള റിലേറ്റീവ്സ് വഴിക്ക് ഒരു ജോബ് അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും. അതല്ലാതെ വർക്ക് വിസ ഇനിയുള്ള കാലത്തിൽ അത് കൂടുതൽ ഈ സ്റ്റഡി അബ്രോഡ് ട്രെൻഡായിട്ട് വരുന്തോറും കൂടുതൽ ട്രെൻഡായി വരുന്തോറും ഈ വർക്ക് വിസ കിട്ടുക എന്ന് പറയുന്നത് ഇനിയും ഡിഫിക്കൽട്ടായിട്ട് മാറും. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് ലൈക്ക് ജോബ് അങ്ങോട്ട് വേണമെങ്കിൽ പാടായിരിക്കും. ഡെഫിനറ്റ്ലി ആണ്. നമ്മളെ നമ്മുടെ എഡ്യൂക്കേഷൻ അപ്ഡേറ്റഡ് അല്ല. ഞാൻ പറയാറില്ല, ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരച്ചത്. ഡ്രാഫ്റ്ററൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുന്നേ ഔട്ട്ഡേറ്റഡ് ആയി. അതൊക്കെ മാറി സോഫ്റ്റ്വെയർ വന്ന് അതിൻ്റെ ഉള്ള ആൾക്കാർ സുഖമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്ന നേരത്താണ് ഡ്രാഫ്റ്ററിൽ വരച്ച് മാത്രം ചെയ്യുമ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൽ എന്തിനു ജോലി തരണം? ഞാൻ അപ്ഡേറ്റഡ് അല്ല, എനിക്ക് ഇൻഡസ്ട്രിയൽ നോളജ് ഇല്ല. എന്നാൽ എഞ്ചിനീയർ ആണോ ചോദിച്ചാൽ എഞ്ചിനീയറാണ്. എന്നാൽ വേണ്ട ഒരു സ്കിൽ സെറ്റ് ഇല്ല താനും. കാർപ്പൻട്രി പഠിപ്പിക്കും, അവിടെയുള്ള ബാക്കിയുള്ള വർക്ക്ഷോപ്പ് സാധനങ്ങളൊക്കെ പഠിക്കും. ഇതൊന്നും ഒരു എഞ്ചിനീയർ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. അതിനുള്ള ലേത്ത് മെഷീൻ ഉപയോഗിച്ചിട്ട് പല സാധനങ്ങൾ ഉണ്ടാക്കും. ഇതിനെ പറ്റിയിട്ട് പ്രൊഫഷണൽ നോളജ് ആവശ്യം വരും എഞ്ചിനീയർക്ക്. പക്ഷെ നമ്മളെ കൊണ്ട് ആ പണി മുഴുവൻ പഠിപ്പിക്കാവുന്ന ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ല. വേണ്ടതൊന്നും പഠിപ്പിച്ചില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറെ നമ്മൾ പഠിക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം ഈ ചില എക്സ്ട്രാ സ്കിൽ സെറ്റ് ഇവിടുന്ന് തന്നെ എക്സ്ട്രാ പഠിച്ചിട്ട് പോയാലോ? സ്കിൽ എന്ന് പറയുമ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ ജോലി ഒരു അക്കൗണ്ടന്റ് ആയിരിക്കെ അയാൾ എന്തെല്ലാം കൺസെപ്റ്റുകൾ പഠിക്കണം എന്നുള്ള ആദ്യത്തെ ചോദ്യം. അവിടെയാണ് നമ്മൾ പിന്നാക്കാൻ പോകുന്നത്. അതിന്റെ മുകളിൽ ആഡ് ഓൺ ആണ് SAP എക്സലോ വേർഡോ നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ആ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു പണി എടുക്കാനായിട്ട് നിങ്ങളുടെ നോളജബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ പിന്നാക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.